വെൽക്കം ടു ഗ്രേസ് പാത്ത്. രക്തത്തിൽ കൊളസ്ട്രോൾ കൂടിയാലുള്ള പ്രശ്നങ്ങളെപ്പറ്റി നാം ഏറെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ സങ്കീർണതകൾ, നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ, പിന്തുടരേണ്ട ഭക്ഷണ രീതികൾ ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. എന്നാൽ കൊളസ്ട്രോൾ ഒരു അപകടകാരി മാത്രമാണോ? നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കൊളസ്ട്രോൾ വല്ലാതെ കുറഞ്ഞു പോകുന്ന പക്ഷം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ശരീരത്തിൽ എല്ലാ കോശങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ നാഡീകോശങ്ങളിൽ കാണുന്ന ഒരുതരം കൊഴുപ്പാണ് കൊളസ്ട്രോൾ. സെൽ മെംബ്രെയിൻ അഥവാ കോശങ്ങളുടെ ആവരണം രൂപപ്പെടാൻ ആവശ്യം വേണ്ട ഒരു ഘടകമാണിത്. കൂടാതെ നമ്മുടെ ശരീരത്തിലെ ചില ഹോർമോണുകൾ, ഉദാഹരണമായിട്ട് ഈസ്ട്രജൻ, ആൻഡ്രോജൻ തുടങ്ങിയ സ്റ്റിറോയിഡ് ഹോർമോണുകൾ, അതുകൂടാതെ കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണുകൾ, പിന്നീട് സിറോട്ടോണിൻ പോലെയുള്ള നമ്മുടെ മൂഡ് നിയന്ത്രിക്കുന്ന ചില കെമിക്കലുകൾ, അതുപോലെ വൈറ്റമിൻ ഡി, പിത്തരസം, ഇവയെല്ലാം ഉണ്ടാകാനായിട്ട് കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ലെവൽ കുറയുന്നത് ദഹന പ്രക്രിയയിലും കാൽഷ്യം ആഗിരണം ചെയ്യപ്പെടുന്നതിലും രോഗപ്രതിരോധ ശേഷിയിലും മാത്രമല്ല, നമ്മുടെ മൂഡ് നിയന്ത്രിക്കുന്നതിൽ പോലും ചെറിയ മാറ്റങ്ങളല്ല വരുത്തുന്നത്. നമ്മുടെ ശരീരത്തിൽ കാണുന്ന കൊഴുപ്പിൻ്റെ ഭൂരിഭാഗവും കരളിൽ നിർമ്മിക്കപ്പെടുന്നതാണ്. ശേഷം ഭാഗം നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നു. മുട്ട, ഇറച്ചി തുടങ്ങിയ ആനിമൽ ഫുഡ് സോഴ്സസിൽ നിന്നാണ് മെയിനായിട്ടും കൊളസ്ട്രോൾ ലഭിക്കുന്നത്. സസ്യഭക്ഷണത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കുറവാണ്. കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്നത് മാംസ്യാവരണമുള്ള ചെറിയ കൊഴുപ്പിൻ്റെ കണികകളായിട്ടാണ്. ഇതിനെയാണ് നമ്മൾ ലൈപ്പോ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. ഈ ലൈപ്പോ പ്രോട്ടീനുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഹൈ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീനും മറ്റൊന്ന് ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീനും. ഹൈ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീനെ നമ്മൾ ഗുഡ് കൊളസ്ട്രോൾ എന്നും പറയും. രക്തത്തിൽ അധികമായി കാണുന്ന LDL കൊളസ്ട്രോളിനെ ലിവറിലേക്ക് മാറ്റി രക്തക്കുഴലുകളെ സേഫ് ആക്കി സൂക്ഷിക്കുന്നത് ഈ HDL ആണ്. ഇനി അടുത്തതായിട്ട് LDL, ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ. ഇതിനെ നമ്മൾ ബാഡ് കൊളസ്ട്രോൾ എന്നാണ് പറയുക. ഇവ അധികമായാൽ രക്തക്കുഴലുകളിൽ അടിഞ്ഞ് രക്തക്കുഴലുകളുടെ ഉൾഭാഗത്ത് ആ വീതി കുറച്ച് രക്തയോട്ടത്തിന് തടസ്സമുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ രക്തത്തിൽ LDL കൂടാതെ നോക്കേണ്ടതും HDL കുറയാതെ നോക്കേണ്ടതും വളരെ പ്രധാനമാണ്. ഇനി കൊളസ്ട്രോൾ ലെവൽസ്. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് സാധാരണഗതിയിൽ mg/dL എന്ന യൂണിറ്റിലാണ് അടയാളപ്പെടുത്തുക. ഇതിൽ ടോട്ടൽ കൊളസ്ട്രോൾ ഒരു ഡേഞ്ചറസ് ലെവൽ എന്ന് നമുക്ക് പറയാവുന്നത് 240 mg/dL അതിൽ കൂടുതലോ ആകുമ്പോഴാണ്. ഇതിൻ്റെ ഒരു ഹെൽത്തി ലെവൽ എന്നാൽ 200 mg/dL താഴെയായി ഇരിക്കുന്നതാണ്. ഇനി LDL കൊളസ്ട്രോൾ അത് ഡേഞ്ചറസ് ആകുന്നത് 160 mg/dL കൂടുതലാകുമ്പോഴാണ്. അതിൻ്റെ ഒരു ഹെൽത്തി ലെവൽ എന്ന് നമുക്ക് പറയാവുന്നത് 100 mg/dL താഴെയായി ഇരിക്കുന്നതാണ്. അതുപോലെ നമുക്കറിയാം HDL കൊളസ്ട്രോൾ എപ്പോഴും ഉയർന്നിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ അതിൻ്റെ ഡേഞ്ചറസ് ലെവൽ എന്ന് പറയുന്നത് 40 mg/dL കുറയുന്നതാണ്. അതിൻ്റെ ഒരു ഹെൽത്തി ലെവൽ 60 mg/dL HDL കൊളസ്ട്രോൾ ഉയർന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ശരീരത്തിലെ സാധാരണഗതിയിലുള്ള കൊളസ്ട്രോൾ ലെവൽ. ഇനി ഉയർന്ന LDL കൊളസ്ട്രോൾ നമുക്ക് കൊളസ്ട്രോൾ ലോവറിങ് ഡ്രഗ്സ്, ഉദാഹരണമാണ് സ്റ്റാറ്റിൻസ്, അവയൊക്കെ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തും എക്സസൈസ് ചെയ്തും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്.
എന്നാൽ അപൂർവമായ ചില അവസരങ്ങളിൽ LDL വാല്യൂ വളരെ ലോ ആയി കാണപ്പെടാം. നമ്മളതിനെ ഹൈപ്പോ ലൈപ്പിഡീമിയ എന്നാണ് പറയുക. ഇങ്ങനെ LDL ലോ ആയി കാണുന്ന അവസരങ്ങളിൽ, അതായത് LDL കൊളസ്ട്രോളിൻ്റെ അളവ് 50 mg/dL അതുപോലെ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് 120 mg/dL കുറവാകുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇങ്ങനെ LDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ താഴ്ന്നു കാണപ്പെടാനുള്ള കാരണങ്ങൾ? ചില പാരമ്പര്യ രോഗങ്ങളെ തുടർന്ന് അതുപോലെ കൊളസ്ട്രോൾ താഴ്ന്നു കാണപ്പെടാം. അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ്, അതുപോലെ നമ്മുടെ കുടലിൽ നിന്നും മറ്റും ആഹാര പദാർത്ഥങ്ങൾ അബ്സോർബ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതായത് മാൽ അബ്സോർപ്ഷൻ പ്രോബ്ലംസ്, വിളർച്ച, പിന്നെ തൈറോയിഡ്, ലിവർ തുടങ്ങിയ ഓർഗൻസിലുണ്ടാകുന്ന രോഗങ്ങൾ, ചില ഇൻഫെക്ഷൻസ്, ഇതെല്ലാം കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞു കാണപ്പെടാൻ കാരണമാകും. അതുപോലെ തന്നെ നമ്മൾ ഹൈ കൊളസ്ട്രോൾ ഉള്ള സമയങ്ങളിൽ ഈ കൊളസ്ട്രോൾ ലോവറിങ് ഡ്രഗ്സ്, സ്റ്റാറ്റിൻ പോലെയുള്ള കൊളസ്ട്രോൾ ലോവറിങ് ഡ്രഗ്സ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നതും അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ല എങ്കിൽ കൃത്യമായി ലാബ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാതെ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും ചില അവസരങ്ങളിൽ നമ്മുടെ കൊളസ്ട്രോൾ വല്ലാതെ താഴ്ന്നു പോകാൻ കാരണമായേക്കാം. ഇനി ഇങ്ങനെ കൊളസ്ട്രോൾ വളരെ താഴ്ന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യമായി തന്നെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതായത് അമിതമായ ഉത്കണ്ഠ, വിഷാദം, ഇവയാണ് കൊളസ്ട്രോൾ വല്ലാതെ താഴുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ. അതുകൂടാതെ വിളർച്ച, അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തിയെ ബാധിക്കുന്നതിനാൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അതുപോലെ തന്നെ ഈ അണുബാധ തീവ്രമായ രീതിയിലുണ്ടായി സെപ്സിസ് എന്ന ഫോമിലേക്ക് തന്നെ മാറുവാനും സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഒരുപക്ഷെ കൊളസ്ട്രോൾ കൂടുന്ന സമയത്തും നമ്മളിത് കേട്ടിട്ടുണ്ടാകും. കാരണം ഈ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞ് രക്തയോട്ടം കുറഞ്ഞ് സ്ട്രോക്ക് ഉണ്ടാകാം. പക്ഷേ ഈ കൊളസ്ട്രോൾ കുറയുന്ന അവസരങ്ങളിൽ ഈ സ്ട്രോക്ക് ഉണ്ടാകുന്നത് മിക്കവാറും തലച്ചോറിനുള്ളിലെ ബ്ലീഡിംഗ് മൂലമാണ്. അതായത് അതിന് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്നാണ് പറയുക. ഇൻട്രാക്രേനിയൽ ബ്ലീഡ് ഉണ്ടായിട്ടായിരിക്കും ഈ സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചില കരൾ രോഗങ്ങൾ ഉണ്ടാകാം. കാരണം കരളിൻ്റെ നോർമൽ ഫങ്ഷനിങ്ങിന് കൊളസ്ട്രോൾ വളരെ ആവശ്യമുള്ള ഒന്നാണ്. ക്യാൻസറിൻ്റെ റിസ്ക് കൂടുന്നതായും ക്യാൻസറുകൾ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുന്നതായും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ കൊളസ്ട്രോൾ ലെവൽ വളരെ ലോ ആകുന്നത് മാസം തികയാതെയുള്ള പ്രസവവും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ബർത്ത് വെയ്റ്റ് വളരെ കുറയുന്നതിനെല്ലാം ഇടയാക്കാമെന്നും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കൊളസ്ട്രോൾ ഒരിക്കലും ഒരു അപകടകാരിയല്ല. ശരീരത്തിലെ പല ധർമ്മങ്ങളും നിർവഹിക്കുന്നതിൽ പ്രധാന പങ്കുള്ള ഒന്നാണ് അത് ഒരു ഹെൽത്തി ലെവലിൽ കീപ്പ് ചെയ്യുന്നതാണ് അഭികാമ്യം. അതുകൊണ്ട് തന്നെ ഡയറ്റ് പ്ലാൻ, എക്സസൈസ്, ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കണം. സ്റ്റാറ്റിൻസ് പോലെയുള്ള കൊളസ്ട്രോൾ ലോവറിങ് ഏജൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മൂഡ് ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ, പ്രത്യേകിച്ചും വിഷാദം പോലെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുകയും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുകയും ചെയ്യേണ്ടതാണ്. തീർച്ചയായും ഈ വീഡിയോ കുറച്ച് പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. താങ്ക് യു.